കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലറുമായ സുഗതൻ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. അതേസമയം സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ വിവിധ വാർഡുകളിൽ LDF ഇന്ന് പ്രതിഷേധവും ശക്തമാക്കും. ഷീജ തുടരുന്നുണ്ട്. ഷീജ, ഞാൻ അല്പം മുമ്പ് നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ അവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപേക്ഷകളൊക്കെ സമർപ്പിക്കണമെങ്കിൽ കൗൺസിലിനെ കാണാൻ അങ്ങ് വിയൂർ ജയിലിലേക്ക് പോവേണ്ട സാഹചര്യമുണ്ടെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് നടപ്പിലാക്കുവാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് BJP-യും കോൺഗ്രസും തമ്മിലുള്ളൊരു ശക്തമായ ഡീല്. ഇതല്ലേ യഥാർത്ഥത്തിൽ ഡീല് എന്ന് പറയുന്നത്? തീർച്ചയായും സിന്ധൂരി, അതായത് ഈ തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം കൗൺസിലറാണ് ഇപ്പോൾ നിലവിൽ ഈ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു കാപ്പ കേസിൽ സുഗതൻ അറസ്റ്റിലാകുന്നതും തുടർന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുന്നതും. അപ്പോൾ ഈ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും ഈ തിരുവനന്തപുരം നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാർ, BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കുന്ന ഒരു നടപടി ഉണ്ടായത്. അതുകൊണ്ട് അതിൽ പക്ഷേ അന്നേ ദിവസം തന്നെ വൈകുന്നേരം ബാക്കി 19 കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷേ സുഗതൻ ജയിലിലായിരുന്നത് കൊണ്ട് തന്നെ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് കോടതിയെ ആദ്യം സമീപിക്കുന്നു. അതിനുശേഷം നെടുമങ്ങാട് കോടതി ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു. പക്ഷേ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ, സർക്കാർ ഈ വിഷയത്തിൽ സുഗതന്റെ സത്യപ്രതിജ്ഞയെ എതിർത്തില്ല എന്നുള്ളതാണ്. കോടതി പക്ഷേ കാപ്പ കേസ് പ്രതിയാണ് എന്നുള്ളത് കൊണ്ട് കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. ജയിലിന് പുറത്തേക്ക് വിടാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ജയിലിന് പുറത്ത് വിടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ സുഗതന് ചെയ്യാം എന്നുള്ളതാണ് കോടതി നൽകിയ ഒരു നിർദ്ദേശം. പക്ഷേ ഈ സുഗതന്റെ സത്യപ്രതിജ്ഞയെ എതിർക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് LDF പറയുന്നത് UDF-ന്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും ഒത്തുകളി തന്നെയാണ് ഈ വിഷയത്തിലും നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മേയർ അവിടേക്ക് രാവിലെ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ മേയർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതായിരിക്കും. ആ രീതിയിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ നടക്കും. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന മറ്റൊരു വിഷയം, ഈ കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി സുഗതന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത കൗൺസിൽ യോഗത്തിൽ സുഗതൻ എത്തിയില്ലെങ്കിൽ സുഗതനെ അയോഗ്യനാക്കേണ്ടതാണ്. അവിടെയും പക്ഷേ മേയർ ആകട്ടെ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് LDF പ്രതിപക്ഷം ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നഗരസഭയ്ക്ക് മുന്നിൽ കൗൺസിലിൽ നിന്നും സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ സമരത്തിലാണ്, അനിശ്ചിതകാല സമരത്തിലാണ്. അതിന് പുറമെ വാർഡ് തലത്തിൽ കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കാര്യങ്ങൾ ഏറെ നിർണായകമാകും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്താലും ഈ കൗൺസിൽ യോഗത്തിൽ സുഗതന് പങ്കെടുക്കാൻ സാധിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത് 6 മാസത്തേക്ക് കൂടി കാപ്പ കേസ് സുഗതന് മുകളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ കാലയളവിൽ പുറത്തിറങ്ങാൻ സുഗതന് സാധിക്കുകയില്ല. അഥവാ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോലും ജില്ലയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് മാർഗമായിരിക്കും മേയർ ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാണ് ഏറെ നിർണായകമാകുക. സിന്ധൂരി, ഷീജ, എന്തു മാർഗം ഉപയോഗിച്ചാലും അതിന് UDF-ന്റെ പിന്തുണയുണ്ടാകും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അതിൽ വളരെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്നൊരു ഉറപ്പ് ഏതാണ്ട് ഇന്നിപ്പോൾ കോടതിയിൽ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തൊരു നിലപാടിൽ BJP മേയർക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാകും അല്ലേ? എന്ത് പ്രശ്നം എടുത്താലും അവർ കൂടെ ഉണ്ടാകും എന്ന ആശ്വാസമായിരിക്കും മേയർക്കുണ്ടാവുക അല്ലേ? സ്വാഭാവികമായും പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് വഴിയൊരുങ്ങുന്നത്. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് കാപ്പ കേസ് പ്രതിയാണ് ആ രീതിയിൽ ഉള്ളത്. കാരണം ആ സത്യപ്രതിജ്ഞ അനുവദിക്കരുത് എന്നുള്ള കാര്യമൊക്കെ പ്രോസിക്യൂഷന് കോടതിയിൽ ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു നിലപാടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഈ ഒരു സത്യപ്രതിജ്ഞയെ അനുകൂലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് തന്നെയാണ് BJP-ക്കും വലിയൊരു ആത്മവിശ്വാസം ഈ കാര്യത്തിൽ നൽകുന്നത്.
ശരി ഷീജ പറഞ്ഞതുപോലെ തന്നെ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതാ ഇപ്പോൾ സത്യപ്രതിജ്ഞ ഇന്ന് 11 മണിക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കുവാൻ പോകുന്നു. അതിന് എല്ലാവിധ ഒത്താശകളും കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രോസിക്യൂഷൻ യാതൊരു തരത്തിലുള്ള ഒരു തടസ്സങ്ങളും ഉന്നയിക്കാതെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് UDF സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മറിമായം സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പിന്തുണ ഒരു പക്ഷേ ഉണ്ടാകാം എന്നതായിരിക്കാം മേയറിന് ഈ കൗൺസിൽ യോഗത്തിലുമുള്ള ഒരു വലിയ ആത്മവിശ്വാസം എന്നുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇടത് അംഗങ്ങളെല്ലാവരും ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. അവർ വാർഡ് തലത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.